അപ്പോൾ ഗുഡ് മോർണിംഗ്. ഇന്ന് സൺഡേ ആണ്. ഞങ്ങൾ രാവിലെ തന്നെ ഒരു സ്ഥലം വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. അപ്പോൾ മറ്റേ വീഡിയോൻ്റെ ബാക്കിയായിട്ട് ഈ വീഡിയോ അങ്ങോട്ട് ഇടുന്നതാണ് ഇന്നത്തെ ദിവസത്തെ. അപ്പോൾ നമുക്ക് രാവിലെ തന്നെ ഒന്ന് കറങ്ങാനൊക്കെ പോവാം. ഞങ്ങൾ ഇറങ്ങിയപ്പോഴത്തേക്കും മഴയൊക്കെ പെയ്യുന്നുണ്ട്. എന്താവും എന്നൊന്നും അറിയില്ല അവസ്ഥ. എന്തായാലും പോയി നോക്കാം. ദാ മഴ പൊടിഞ്ഞു. അപ്പോൾ എന്തായാലും വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ. ഇവർ നല്ല ഒരുങ്ങി നല്ല അടിപൊളി ഡ്രസ്സൊക്കെ ഇട്ട് എങ്ങോട്ടാ? നമ്മൾ രാവിലെ ഇറങ്ങണം എന്ന് വിചാരിച്ചതാണ്. പക്ഷേ കുറച്ച് സാങ്കേതിക തകരാറുകൾ മൂലം നമ്മൾ കുറച്ച് വൈകിയിരിക്കുന്നു. അപ്പോൾ ഇവര് നല്ല ഉടുപ്പൊക്കെ ഇട്ടിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഡ്രസ്. അപ്പോൾ ഞാൻ എപ്പോഴും ഫോട്ടോ എടുക്കണല്ലേ, ഇവർക്കൊക്കെ എല്ലാ അവസരങ്ങളും കിട്ടണം. അപ്പൊ ഇവര് ഫോട്ടോ ഒക്കെ എടുക്കട്ടെ വിചാരിച്ചു. അപ്പൊ എന്തായാലും പോയിട്ട് കാണാം. കണ്ടാനു എന്റെ പോലെ നോക്ക്. അങ്ങനെ നമ്മൾ ഏകദേശം എത്തിയിരിക്കുന്നു. ഇനി കുറച്ച് പാറയൊക്കെ കയറാനുണ്ട്. മല കയറണം. രാവിലെ തന്നെ എനർജി എടുത്ത് നടക്കാം അങ്ങോട്ട്. ഇത് ശരിക്കും അമ്പലമാണ്. നമ്മൾ രാവിലെ അമ്പലത്തിലേക്കാന്നും പറഞ്ഞാണ് ഇറങ്ങുന്നത് അല്ലേ? യെസ്. പക്ഷെ നമ്മൾ അമ്പലത്തിൽ കയറില്ല. അമ്പലത്തിൽ കയറാൻ ആരും തല നനച്ചില്ല. അപ്പോൾ നമ്മള് ഇവിടെ ഫുൾ ഭക്തന്മാരാണ്. നല്ല വ്യൂ. ഇവിടെ ഫോട്ടോഷൂട്ടാണ്. അവിടെ നല്ല തിരക്കൊക്കെ ഉണ്ട്. അമ്പലത്തിൽ വിസിറ്റ് ചെയ്ത ആൾക്കാരാണ് അവിടെയൊക്കെ. രാവിലെ ആയതുകൊണ്ട് എല്ലാവരും അമ്പലം കൂടെ കയറാന്ന് വിചാരിച്ച് വരണവരാവും. നമ്മൾ മാത്രമൊന്നും ഒന്നും അമ്പലത്തിൽ കയറാത്തതേ ഉള്ളൂ. ശ്യാമ കുളിച്ചിട്ടും കൂടെ ഇല്ല. വിദ്യ ചേച്ചി പോസ് ഇടുന്നു. ശ്യാമേട്ടൻ ക്യാമറമാൻ. വിദ്യ, സ്ഥലം ഇഷ്ടായോ? ദിയ കൊള്ളാം. എൽദോസിന് ഇഷ്ടമായ പോസ് നോക്കായിരിക്കും അല്ലേ? ഞാൻ പറഞ്ഞ ഫസ്റ്റിലായോ വിദ്യ? ദിയൊക്കെ മതിയായോ? എൽദോസേട്ടന് ക്യാമറ. റെയിൽവേ ട്രാക്ക് കാണിച്ചു കൊടുക്കാം. ആ റെയിൽവേ ട്രാക്ക് ഉണ്ടോ? അതത് വാണിയമ്പലത്തേക്ക് പോണല്ലേ? ഞാൻ കാണിക്കും. പിന്നെ മുടിയൊക്കെ അയച്ചിട്ട് പ്രാന്തിനെ പോലെ കുറെ ഫോട്ടോസ് ഒക്കെ എടുത്തു. ഞങ്ങളിന്ന് പോട്ടോ. ഞങ്ങൾ കുറച്ച് പോസ്റ്റൊക്കെ ഇട്ട് കാണിച്ചതാണ്. ഇന്ന് വൈകുന്നേരം ഞാനും പോവും ഇവരുടെ കൂടെ. എന്നിട്ട് ബുധനാഴ്ച വരും. ശ്യാമ് ഇല്ല. ശ്യാമ് ഇവിടെ വർക്ക് ഫ്രം ഹോം ഒക്കെ ആയിട്ട് ഇവിടെ തന്നെ നിൽക്കും. ഞാൻ ഇവരുടെ കൂടെ പോയി. എനിക്ക് ചൊവ്വാഴ്ച ഓണം സെലിബ്രേഷൻ ഉണ്ട്. അതൊക്കെ കഴിഞ്ഞ് ബുധനാഴ്ച ലാൻഡ് ചെയ്യും. അത് കഴിഞ്ഞാൽ പിന്നെ അടുത്തൊരു ട്രിപ്പാണ്. അപ്പോൾ വഴിയെ വ്ളോഗായിട്ട് ഞാൻ വരും ഇങ്ങനെ ഓരോരോ ട്രിപ്പായിട്ട് അല്ലേ? ഇതുവഴി ട്രെയിൻ വരുന്നുണ്ടോ? ഇതാണ് നമ്മൾ വരുന്ന ട്രെയിൻ. നല്ല ഭംഗിയുണ്ടല്ലേ വ്യൂ കാണാന്. അങ്ങനെ നമ്മൾ ഇവിടെ നിന്ന് ഫോട്ടോഷൂട്ടൊക്കെ കഴിഞ്ഞ് പോവാണ്. പോവല്ലേ? ഇഷ്ടായോ സ്ഥലം? അടിപൊളി. അപ്പൊ ഗയ്സ് ഞങ്ങൾ ഇവിടെ നിന്ന് പോവാണ്. വിദ്യ ഓക്കെ അല്ലേ? എന്തൊരു സങ്കടം. വിശക്കുണ്ടോ? എന്നാ പോയി കഴിക്കാം. നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ട് ഇറങ്ങിയത്. ഇവിടെ അമ്പലമായതുകൊണ്ട് ഒരു 10 മണിക്ക് ശേഷം ഓപ്പൺ അല്ലായിരിക്കും. അതുകൊണ്ട് രാവിലെ തന്നെ വന്നത്. ഇന്ന് ഇറങ്ങി ഇവിടെ ഒരു ഫോട്ടോഷൂട്ട്. അവിടെ എന്താ? അതിനെ കാണാൻ വേണ്ടിയാണോ? അനിയൻ ചേച്ചിനെ കാണിച്ചു കൊടുക്കാൻ പോയതാ. നല്ല പോ. തരണില്ല. ഇവര് ഇവിടെ തന്നെ നിക്കാണ്. നിങ്ങക്ക് വിശക്കണില്ലേ? എനിക്ക് നല്ല വിശക്കുണ്ട്. നിങ്ങള് വായോ. സമയം 9:30 കഴിഞ്ഞു. ഉച്ചക്കാണ് പോണ്ടേ. എനിക്ക് വിശക്കണു. ഇവിടേക്ക് വണ്ടി പ്രവേശനമില്ല. അതുകൊണ്ട് നമ്മൾ ഇതിന്റെ പാർക്കിങ്ങിൽ ഇട്ടിട്ടാണ് പോയത്. ശ്യാമേട്ടാ വിശക്കുണ്ടോ? പിന്നെ ഒരു ഉഷാറില്ലല്ലോ. ഫോട്ടോ എടുത്ത് മതിയായോ? ശ്യാമ കിടന്നും മലന്നൊക്കെ ഫോട്ടോ എടുക്കായിരുന്നു. കൂടെ വന്നത് ഞങ്ങളല്ലേ? ശ്യാമേ
എന്താണ് ഈ ഫോട്ടോഗ്രാഫിനെ പറ്റി പറയാനുള്ളത്? അടിപൊളി, ഒന്നും പറയാലോ, ശുഭപ്രതീക്ഷ. കഴിഞ്ഞില്ലേ? ബാക്കില് കാറും വണ്ടിയൊക്കെ നീ ഉദ്ദേശിക്കുന്ന സാധനം ഇതിനകത്ത് കിട്ടാൻ സാധിക്കില്ല. നിനക്ക് എന്താ വേണ്ട? നീയും വേണ്ടേ? ഇതാണ് നമ്മുടെ കാർ പാർക്കിങ്. ഇങ്ങനെ പോണം താഴത്തേക്ക്. അവിടെ ഒക്കെ മലയാണ്. ആനയോ? ഇവരിങ്ങ വരുന്നില്ലട്ടോ. വരണ വഴിയിലൊക്കെ ഫോട്ടോ എടുത്ത് വരിക. ആദ്യം കൂറ ഡ്രസ്സിൽ വന്ന പിള്ളേരാ. കാറെടുത്ത് ഇറങ്ങിയപ്പോഴത്തേക്ക് പോയി ഡ്രസ്സൊക്കെ മാറ്റി. എന്നാ വാ ഉടുപ്പൊക്കെ ഇട്ടിട്ട് വരാം, ഫോട്ടോ എടുക്കാൻ നല്ല പ്ലേസ് ഉണ്ടെന്നൊക്കെ പറഞ്ഞപ്പോ അല്ലേ ഡോ? താനാദ്യം കൂറ ഡ്രസ് ഇട്ടല്ലേ ഇറങ്ങിയ? വിദ്യയുടെയാ. വിദ്യ അല്ലെങ്കിലും ഡ്രസ്സൊക്കെ ഉണ്ടാവുന്നേ ഫോട്ടോ എടുക്കാൻ. എന്റെ കയ്യിൽ ഉണ്ടായിരുന്നു, പക്ഷെ എനിക്ക് ഇടാൻ തോന്നിയില്ലായിരുന്നു. അപ്പൊ വിദ്യ ഈ ഡ്രസ്സായിട്ട് അവതരിച്ചു. വിദ്യ പറഞ്ഞു ഇത് ട്രൈ ചെയ്യുന്നത്. അങ്ങനെ വിദ്യ ഇപ്പോൾ എന്റെ സ്കിൻ എത്ര ക്ലിയർ. വന്നു, ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാണ്. ഇഡ്ഡലി സാമ്പാർ. കഴിച്ചു. നമ്മളൊന്ന് പുറത്തേക്ക് ഇറങ്ങി പാഷൻ ഫ്രൂട്ട് പറിക്കാൻ. നോക്ക് ഉണ്ടാവും അതിന്റെ ഇടയില്. ഇതൊക്കെ മൂത്തതാ. ഇത് മൂത്തതാണോ? ആ അതൊക്കെ മൂത്തതാ. അരിയുടെ ഇടയിൽ വെച്ചിട്ടേ പഴുപ്പിക്കൂലേ? ഒരു കുമ്പളങ്ങ ഉണ്ടായിട്ടുണ്ടല്ലോ. ദാ ഇതൊക്കെ മൂത്തതാ. അതേ മോളെ പച്ചയൊക്കെ പറിച്ചിട്ടുണ്ട്. വിദ്യ ഇനിയുണ്ട്. ഇത് അരിയിൽ വെച്ചാ പഴുക്കും എന്നാണ് എന്റെ അറിവ്. ഇപ്പൊ കഴിക്കാൻ പറ്റില്ല. അത് മഞ്ഞ കളറാവണം കഴിക്കണമെങ്കിൽ. കളറ് കിട്ടി, മഞ്ഞ കളറ് കിട്ടി വിദ്യേ. ഇത് മഞ്ഞ, ഇത് നല്ല പഴുത്തതാ. എന്താ സന്തോഷം. ഞാനും ശ്യാമും കൂടെ ശ്യാമിന്റെ ഫ്രണ്ടിനെ കാണാൻ പോവാട്ടോ. ജസ്റ്റ് ഒന്ന് 10-15 മിനിറ്റത്തേക്ക് ഇറങ്ങിയതാണ്. ശ്യാമിന്റെ ഫ്രണ്ടിന് ഒന്ന് ചെറുതായിട്ടൊരു ആക്സിഡന്റ് പറ്റി. അപ്പോൾ കാണാൻ പോവാണ്. നമ്മള് ചെക്കനെ കണ്ടു. അവിടെ കുറേ നേരം വർത്താനമൊക്കെ പറഞ്ഞ് കുറച്ച് ടൈം എടുത്തിരുന്നു. വർത്താനമൊക്കെ പറഞ്ഞിരുന്നു. വീട്ടിൽ വന്നു. ഇനി വരെയും കൊണ്ടൊന്ന് കുളമൊക്കെ കാണിച്ചിട്ട് വരാം. എന്താ അല്ലേ, ബിസി ഷെഡ്യൂള് രേവതി അല്ലേ? അങ്ങനെ വേണം ലൈഫ്. ഭയങ്കര എൻഗേജ്ഡ് ആയി കഴിഞ്ഞാൽ ഉണ്ടല്ലോ വേറൊരു കാര്യം നമ്മൾ അറിയില്ല. എൻ്റെ ആഗ്രഹം ഇങ്ങനെ തന്നെ എന്നും ഫുൾ കുറച്ച് ബിസി ആയിട്ട് ലൈഫ് പോകണം. അതാണ് എൻ്റെ ആഗ്രഹം അല്ലേ? നല്ലൊരു കാര്യം അല്ലേ ശ്യാമേ? ഇല്ല, ശ്യാമിനോട് വന്ന വഴി പറയാണ്, സി ഇന്ന് നമ്മൾ എന്തൊക്കെ കാര്യങ്ങളല്ലേ ചെയ്ത ആ ഒരു ദിവസം. പറഞ്ഞാ അതെ, കൊറേ കാര്യങ്ങൾ ചെയ്തു അല്ലേ? ആ ശരീരം കുറച്ച് ടയേർഡാവും, പക്ഷെ അത് നമ്മള് വിചാരിച്ചാൽ ഓക്കെ ആവുന്ന. ഇപ്പൊ കൊണ്ട് ഞാൻ വിചാരിച്ച ടയേർഡാണ്, പക്ഷെ ടയേർഡല്ല. നമുക്ക് ചെയ്യേണ്ട കാര്യങ്ങൾ കുറെ ചെയ്യാനുണ്ട്. നമ്മൾ ടയേർഡല്ല. കമോൺ പോവാം. ഞാൻ ഇറങ്ങിയതാണ്. വിദ്യ ഫോട്ടോ എടുക്കാം. കാടായ കാടുകളൊക്കെ കേറി എൽദോസ് പൂ പൊട്ടിക്കുന്നു. എടാ പൂക്കളം ഇടാൻ പറ്റിയ പൂവാ അല്ലേ ഇത്? തലയിൽ തേങ്ങ വീഴരുത് കേട്ടോ. ഗെയിം കളിക്കാം ഇവിടെ. എന്താണ് ഇയാളുടെ 2 ഇവളുടെ 1 ഉള്ളല്ലോ. ഇത് അമ്പലം കൊളങ്ങാണ്. ആ പോവാ, ട്രെയിൻ ഉണ്ട് വൈകുന്നേരം. ഒരു പൂവൊക്കെ എവിടെ? ഇവിടെ നടക്ക് ശ്യാമേ. ശ്യാമിന്റെ ഓരോ കുട്ടിക്കളിയേ. ഇതാണ് അമ്പലക്കുളം. അത് നല്ല രസമുണ്ടായിരുന്നില്ലേ? നല്ല വലുതല്ലേ. ഗ്രാമീണ ഭംഗി ആസ്വദിക്കാൻ വന്നതാ.
മീശപാതമില്ല പുല്ല്. അവിടെ ചണ്ടിയോ? ഇത് ചണ്ടി, കുളത്തില് ചണ്ടി ഉണ്ടാവില്ല. എന്താണ് ഇതൊക്കെ പള്ളി? ശ്യാം എടുത്തു. നോക്ക് നോക്ക് നോക്ക്, മീൻ പിടിച്ച മാതിരി. ഞാനും അതേട്ടോ ശ്യാം ഇത്ര കോൺട്രാക്ട് ആവുന്നുണ്ടല്ലോ അടുത്തുനിന്ന്. നോക്ക് എടുത്ത് പൊക്കിയത്. പൊക്കിയ അതുള്ളത് നോക്കിയേ. എന്റെ ശ്യാമ അധ്വാനിക്കണുണ്ടോ? ചണ്ടി വരലേ അതത്ര ശീലം. തായങ്കൂര് വരും. അതായത് നമുക്ക് 5 പേർക്കോ 6 പേർക്കോ കളിക്കാം. ഒരാൾ കല്ല്, ഒരാൾ വളപ്പൊട്ട്, ഒരാൾ പുല്ല്, 5 പുല്ല്. നമ്മളെ ലുഡോയിലുള്ള 5 നമ്മുടെ സീക്വൻസിലെ പടയാളികൾ. അതുപോലെ 5 വെറൈറ്റി സാധനങ്ങൾ എടുക്കാം. എന്നിട്ട് ഡൈസിന് പകരം നമ്മൾ ഈ തായങ്കൂര് യൂസ് ചെയ്യാം. തായങ്കൂര് നമ്മൾ ഇങ്ങനെ 5 തായങ്കൂര് ഇങ്ങനെ ഇടും. മൊത്തം മലന്ന് കിടന്ന തായം പകുതി ഉണ്ടാവുള്ളൂ. മൊത്തം ഇങ്ങനെ അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ പൊളിഞ്ഞു കിടന്ന 10, കവുന്ന് നടന്ന 5, എല്ലാം കവുന്ന് 1 മാത്രം ഇങ്ങനെ മലന്ന് നടന്ന 1, 2 മാത്രം മലന്ന് നടന്ന 2. നമ്മള് കക്ക കളിക്കണ മാതിരി. കക്ക ഇങ്ങനെയാ ശരി. ഇത് തായല്ലേ. എന്നിട്ട് നമ്മൾ ആ പോയിന്റ് കക്കയുടെ പോയിന്റ് കണ്ടിയാണ് അങ്ങനെയല്ലേ? മലന്ന് 10 അല്ല 6 വെച്ചിട്ട്, എന്നിട്ട് ഈ പോയിന്റ് വെച്ചിട്ട് നമ്മൾ നമ്മളെ കരുക്കൾ തന്നെ വെക്കണം. ഇവിടുന്നാണ് തായങ്കൂര് കളിക്കുക. ചൂടില് വെയിലില്ലെങ്കിലും ചൂടുണ്ട്. എനിക്ക് പണ്ടത്തെ കുട്ടിക്കാലമൊക്കെ ഓർമ്മ വരുന്നു. അപ്പം നമ്മൾ നടന്നു വരുമ്പോഴത്തേക്കും നമ്മുടെ വീടിൻ്റെ അടുത്തുള്ള ചേച്ചീനെ കണ്ടു. ആ ചേച്ചിയായിട്ട് വർത്താനം പറഞ്ഞിങ്ങനെ ഇരിക്കുകയായിരുന്നു. അവിടെ നല്ല രസമായിട്ട് ഇവിടെ ഇരിക്കാൻ. ഞങ്ങളുടെ മെയിൻ ഫോട്ടോഷൂട്ട് സ്ഥലം അതാ. നടത്തൊക്കെ കഴിഞ്ഞു. നമ്മള് പോവാൻ പോവാണ്. ഫുഡ് കഴിക്കുക, പോവുക. ട്രെയിൻ 3:20-നാണ്. സമയം 2 ആവാറായി. നമ്മൾ ഭയങ്കര ധൃതിയായി പോയി. ഞാൻ കുളിച്ച പാടെ ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്ന മാതിരി ഉണ്ടല്ലേ. നമ്മള് പക്ഷെ ഫുഡ് കഴിച്ചു, പായസം കുടിച്ചു. നമ്മള് ചടപ്പടേന്ന് ഇറങ്ങി. ഇപ്പൊ നമ്മള് റെയിൽവേ സ്റ്റേഷനിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ചക്കര ജിലേബി ഉണ്ട്, അത് മേടിക്കാൻ നിർത്തിയതാ. 140. കാണില്ല ചക്കര ജിലേബി. എനിക്ക് എഴുന്നേക്കാൻ വയ്യ. മലപ്പുറം വീടാണ്. ഞാൻ വിടൂല, ഞാൻ വരും. ഞങ്ങൾ പോവാണ്. അപ്പൊ എന്തായാലും അവിടെ എത്തിയിട്ട് കാണാം അല്ലേ? അവിടെ എത്തിയിട്ടല്ല, ട്രെയിനില് ബാക്കി വിശേഷങ്ങൾ കാണാം. എന്താ ഭയങ്കര തിരക്കാണ്. വെയിലത്ത് ഇങ്ങനെ നിൽക്കാണ്. വിഷമം എന്നാക്കി പോണേല് അല്ലേ? ചെറുതായിട്ട് എല്ലാവരും ക്ഷീണിച്ചോ? സൺസ്ക്രീൻ ഒക്കെ രാവിലെ ഇട്ടതാണ്. ഈ പ്രാവശ്യം നമ്മൾ തിരിച്ചു പോകാൻ നേരത്ത് 2 ചേട്ടന്മാരല്ല അങ്കിൾമാർ, ഭയങ്കര വായനോട്ടവും ഭയങ്കര നോട്ടമായിരുന്നു ഫുൾ ടൈം. അതാണ് അവർ പറഞ്ഞുകൊണ്ടിരുന്നത്. ഞാൻ വേറെ ശബ്ദങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് മ്യൂട്ട് ചെയ്തതാണ്. എന്നിട്ട് ഞാൻ വോയിസ് ഓവർ കൊടുത്തതാട്ടോ. നമ്മൾ തൃപ്പൂണിത്തുറ എത്തിയിരിക്കുന്നു അല്ലേ? നമ്മളിത് ട്രെയിനൊക്കെ ഇറങ്ങിയിട്ട് ഫുഡൊക്കെ കഴിച്ചിട്ടാട്ടോ തിരിച്ച് വീട്ടിൽ പോയത്. ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഇതേ നല്ല മഴ അങ്ങ് പെയ്തു. ആ തൃപ്പൂണിത്തുറയിലാണെങ്കിൽ ഓണത്തിൻ്റെ ഭാഗമായിട്ട് നല്ല തിരക്കാണ്. ഓട്ടോയും കിട്ടാനില്ല കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എന്തായാലും ഞാൻ ഇവിടെ വെച്ചിട്ട് വൈൻഡപ്പ് ചെയ്യാണ്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.